സെപ്റ്റംബർ 8. രാത്രി മുഴുവനും ഞാൻ ലൂസിയുടെ അരികെ തന്നെയിരുന്നു. സന്ധ്യയോടെ മരുന്നിൻ്റെ മയക്കമെല്ലാം വിട്ടകന്നു. അവൾ സ്വാഭാവികമായും ഉണർന്നു. ഓപ്പറേഷന് മുമ്പത്തേതിൽ നിന്ന് വളരെയധികം വ്യത്യാസം വന്നു കഴിഞ്ഞിരുന്നു. അവൾ ഉല്ലാസവതിയായി. എങ്കിലും അനുഭവിച്ച വിഷമതകളുടെ നിഴലുകൾ അപ്പോഴും മുഖത്ത് തങ്ങി നിന്നിരുന്നു. പ്രൊഫസറുടെ നിർദ്ദേശം ഞാൻ ലൂസിയുടെ അമ്മയെ അറിയിച്ചു. തൻ്റെ മകളുടെ വീണ്ടെടുക്കപ്പെട്ട ചൈതന്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആ അഭിപ്രായത്തെ പുച്ഛിച്ചു തള്ളി. ഏതായാലും ഞാൻ ഉറച്ചു നിന്നു. ഉറക്കമിളപ്പിന് തയ്യാറെടുക്കുകയും ചെയ്തു. അവളുടെ പരിചാരക വന്ന് കിടക്കയെല്ലാം കുടഞ്ഞു വിരിച്ച് ശരിപ്പെടുത്തി തിരിച്ചുപോയി. ഞാൻ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തി അവളുടെ കിടക്കയ്ക്കരികെ ഇരിപ്പുറപ്പിച്ചു. അവൾ യാതൊരു തടസ്സവും പ്രകടിപ്പിച്ചില്ല. ഞങ്ങളുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയപ്പോഴൊക്കെ ആ കണ്ണുകളിൽ കൃതജ്ഞതയുടെ നാളങ്ങൾ കാണാമായിരുന്നു. വളരെ നേരത്തിന് ശേഷം അവൾക്ക് ഉറക്കം തലയ്ക്കു പിടിച്ച പോലെ തോന്നി. പക്ഷേ വളരെ വിഷമിച്ച് അവൾ അതിനെ തട്ടിമാറ്റി. പിന്നീടായപ്പോഴേക്കും ഇത് കൂടെ കൂടെ ആവർത്തിക്കാൻ തുടങ്ങി. ഉറക്കത്തെ അകറ്റാൻ കൂടുതൽ വിഷമിക്കുന്നതായും തോന്നി. ഒരു കാര്യം വ്യക്തമായി, അവൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉടനെ ചോദിച്ചു, എന്താ, ഉറങ്ങണ്ടേ? വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഉറങ്ങാൻ പേടിക്കുകയോ? എന്തുകൊണ്ട്? ഉറങ്ങാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമല്ലേ? ഹോ, അല്ല, ഒരിക്കലുമല്ല. എന്നെപ്പോലെയായിരുന്നെങ്കിൽ നിങ്ങളും എന്നോട് യോജിക്കുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഉറക്കം വരാനിരിക്കുന്ന ഭീകരതയുടെ സൂചനയാണ്. സൂചന? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് അത്രയും ഭയാനകമായിരിക്കുന്നതും. എനിക്ക് ക്ഷീണമെല്ലാം വരുന്നത് ഉറക്കത്തിലാണ്. ആ ചിന്ത തന്നെ എന്നെ നടുക്കുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ലൂസി, ഇന്ന് രാത്രി സുഖമായി ഉറങ്ങിക്കോളൂ. ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ വാക്ക് തരാം, യാതൊന്നും സംഭവിക്കുകയില്ല. എനിക്ക് ഡോക്ടറിൽ വിശ്വാസമുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ശപഥം ചെയ്യാം. എന്തെങ്കിലും ദുസ്വപ്നത്തിൻ്റെ ലക്ഷണം കാണുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ നിങ്ങളെ ഉണർത്താം. ഉവ്വോ, തീർച്ചയായും ഉണർത്തുമോ? ഓ, അപ്പോൾ ഞാൻ ഉറങ്ങാം. അതോടെ അവൾ ആശ്വാസത്തോടെ ദീർഘശ്വാസം ഇട്ടു. പിന്നോക്കം ചാരി ഉറങ്ങുകയും ചെയ്തു. പുലരുന്നതുവരെ ഞാൻ അവളുടെ കിടക്കയുടെ അരികെ കാവലിരുന്നു. അവൾ ഒന്നനങ്ങിയതുപോലുമില്ല. ശാന്തയായി, ഭദ്രയായി, ആരോഗ്യസന്ദായകമായ അവഗാഢനിദ്ര പൂണ്ടുകിടന്നു. അവളുടെ ചുണ്ടുകൾ അല്പമായി വിടർന്നിരുന്നു. മാറിടം ഒരു പെൻഡുലത്തിൻ്റെ ക്രമത്തോടെ ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ മുഖത്ത് ഒരു നറുപുഞ്ചിരി കളിയാടി. നിദ്രയിൽ അവളുടെ മാനസിക ശാന്തിയെ ഭഞ്ജിക്കാനായി യാതൊരു ദുസ്വപ്നങ്ങളും ഉണ്ടായില്ല എന്ന് വ്യക്തമാണ്. കാലത്ത് അവളുടെ പരിചാരിക വന്നു. ലൂസിയെ അവളെ ഭാരമേൽപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാവലിൻ്റെ വിസ്മയകരമായ ഫലത്തെപ്പറ്റി വാൻ ഹെൽസിങ്ങിനും ആർതർക്കും കമ്പിയടിച്ചു. വീട്ടിൽ കണക്കറ്റു ജോലികൾ ബാക്കി കിടന്നിരുന്നു. അതൊക്കെ ചെയ്തു തീർന്നപ്പോഴേക്കും നേരം വൈകി. ഞാൻ എൻ്റെ മാനസിക രോഗിയുടെ അരികിലേക്ക് ചെന്നപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. ഇന്നലെ രാത്രി അയാൾക്ക് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ലത്രേ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വാൻ ഹെൽസിങ്ങിൻ്റെ കമ്പി കിട്ടി. എന്നോട് ഹില്ലിംഗ്ഹാമിലേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ഥലത്തുണ്ടായിരിക്കുന്നത് നന്നെന്നും താൻ രാത്രി വണ്ടിക്ക് പുറപ്പെട്ട് പുലർച്ചെ സ്ഥലത്തെത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 9. ഹില്ലിംഗ്ഹാമിൽ എത്തിയപ്പോഴേക്കും ഞാൻ ശരിക്കും തളർന്ന അവശനായിരുന്നു. ഒരുപോള കണ്ണടച്ചിട്ട് 2 മുഴുരാത്രികളായി. എനിക്കാകെ മത്ത് പിടിച്ച പോലെയായി കഴിഞ്ഞിരുന്നു. ലൂസി ഉത്സാഹഭരിതയായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിരുന്നു. എൻ്റെ കൈപിടിച്ച് കുലുക്കി കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇന്ന് രാത്രി കാവലിരിക്കേണ്ട. ഡോക്ടർ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തികച്ചും സുഖമായി. ഉവ്, തികച്ചും. ഇന്ന് കാവലിരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഞാനാണ് വേണ്ടത്, നിങ്ങളുടെ അരികിൽ. ഞാൻ തർക്കിക്കാൻ നിൽക്കാതെ ഭക്ഷണം കഴിക്കാൻ പോയി. ലൂസി എൻ്റെ കൂടെ വന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അരികിൽ നിന്ന് അവൾ എന്നെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചു. 2 ഗ്ലാസ് വൈനും കുടിച്ചു. പിന്നീട് ലൂസി എന്നെ മുകളിലേക്ക് നയിച്ചു. അവിടെ അവളുടെ മുറിയുടെ തൊട്ടുമുറിയിൽ പുതിയതായി തീയിട്ട നെരിപ്പോട് കൊണ്ടുപോയി വെച്ച് ഒരുക്കിയ ഒരു ചെറിയ മുറിയുണ്ടായിരുന്നു. എനിക്ക് ആ മുറി ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് അവൾ മൊഴിഞ്ഞു, ഇവിടെ കിടന്നോളൂ, ഞാൻ ഈ വാതിൽ തുറന്നിടാം.
എൻ്റെ മുറിയുടെ വാതിലും. ഇതാ ഈ സോഫയിൽ കിടക്കാം. കാരണം തൻ്റെ ഒരു രോഗി കൺവെട്ടത്തുള്ളപ്പോൾ ഡോക്ടർമാർ കിടക്കയിൽ കയറി കിടന്നുറങ്ങുകയില്ല എന്നെനിക്കറിയാം. എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിച്ചുകൊള്ളാം. നിങ്ങൾക്ക് ഉടനെ വരാമല്ലോ. ഞാൻ വിസമ്മതിച്ചില്ല. കാരണം ഞാൻ അത്രയധികം തളർന്നിരുന്നു. ശ്രമിച്ചാലും എനിക്ക് ഉറക്കമിളച്ചിരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് ലൂസി ഒരു തവണ കൂടെ ഉറപ്പു തന്നപ്പോൾ ഞാൻ സോഫായിലേക്ക് മറിഞ്ഞു. പരിസരബോധമില്ലാതെ ഉറങ്ങിപ്പോയി. 10. ലൂസിയുടെ കുറിപ്പുകൾ. സെപ്റ്റംബർ 9. ഇന്ന് രാത്രി എനിക്ക് വളരെയധികം സുഖം തോന്നുന്നുണ്ട്. ഞാൻ വല്ലാതെ തളർന്നിരുന്നു. ഇങ്ങനെ ചിന്തിക്കാനും എണീറ്റ് നടക്കാനും കഴിയുമാറായപ്പോൾ ഒരു രണ്ടാം ജന്മം കിട്ടിയതുപോലുണ്ട്. എങ്ങനെയോ ആർതർക്ക് എന്നോട് അത്യധികം അടുപ്പം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഊഷ്മളമായ സാന്നിധ്യം ചുറ്റിലും അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു. ഇപ്പോൾ എൻ്റെ ചിന്തകൾ എവിടെയെല്ലാമാണെന്ന് എനിക്കറിയാം. ഓ, ആർതർ അറിഞ്ഞിരുന്നുവെങ്കിൽ. എൻ്റെ കരളിൻ്റെ കരളെ, ഇവിടെ എൻ്റെ കാതുകൾ ഉണർന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ അങ്ങയുടെ ചെവികൾ ഉറക്കത്തിൽ ചൂളം പാടുകയായിരിക്കും. ഓ, ഇന്നലെ രാത്രിയിലെ അനുഗ്രഹീതമായ വിശ്രമം. ആ നല്ലവനായ ഡോക്ടർ സെവാർഡ് കാവലിരിക്കെ ഞാൻ എങ്ങനെ ഉറങ്ങിയെന്നോ. ഇന്ന് രാത്രിയും എനിക്ക് ഉറങ്ങാൻ തീരെ ഭയമില്ല. അദ്ദേഹം അടുത്ത മുറിയിൽ വിളിപ്പുറത്ത് തന്നെയുണ്ടല്ലോ. എല്ലാവരും എന്നോട് എത്രമാത്രം സ്നേഹത്തോടെ പെരുമാറുന്നു. എൻ്റെ ഹൃദയം കൃതജ്ഞത കൊണ്ട് നിറയുകയാണ്. ഈശ്വരന് സ്തുതി. ആർതർ, ഗുഡ് നൈറ്റ്. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 10. എൻ്റെ നെറ്റിയിൽ പ്രൊഫസർ കൈവച്ചതായി തോന്നി. ഉത്തരക്ഷണത്തിൽ ഞാൻ ഞെട്ടിയുണർന്നു. നമ്മുടെ രോഗിക്ക് എങ്ങനെയുണ്ട്? ഞാൻ അവളുടെ അരികിൽ നിന്ന് പോരുമ്പോൾ, അല്ല, അവൾ എൻ്റെ അരികിൽ നിന്ന് പോകുമ്പോൾ സുഖമായിരുന്നു, ഞാൻ പ്രതിപദിച്ചു. ശരി, വരൂ, പോയി നോക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് ചെന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഞാൻ തുറക്കാനായി ചെന്നു. അപ്പോൾ വാൻ ഹെൽസിംഗ് പൂച്ചയെപ്പോലെ പതുങ്ങി ഒച്ചയുണ്ടാക്കാതെ കട്ടിലിനരികിലേക്ക് ചെന്നു. ഞാൻ ജനലുകൾ തുറന്നു. പുലരി വെളിച്ചം അകത്തേക്ക് കുതിച്ചൊഴുകി. പെട്ടെന്ന് പ്രൊഫസറുടെ സീൽക്കാരം കേട്ടു. എത്രയും അപൂർവമായേ അദ്ദേഹം അങ്ങനെയുള്ള ശബ്ദം പുറപ്പെടുവിക്കാറുള്ളൂ. എൻ്റെ ഹൃദയത്തിലേക്ക് ഭീതിയുടെ അലകൾ കുതിച്ചു കയറി. ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും അദ്ദേഹം പിന്നോക്കം മാറി നിന്നു കഴിഞ്ഞിരുന്നു. ശോകമയമായ ഒരു അത്ഭുത സ്വരം അദ്ദേഹത്തിൽ നിന്നുയർന്നു. കൈയുയർത്തി അദ്ദേഹം കിടക്കയിലേക്ക് ചൂണ്ടി. അദ്ദേഹത്തിൻ്റെ ഇരുമ്പ് പോലെ ഉറച്ച മുഖം വിളറിപ്പോയിരുന്നു. എൻ്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. അവിടെ കിടക്കയിൽ മുമ്പത്തേക്കാളും തളർന്ന് വിളറി വെളുത്ത് ബോധഹീനയായി കരുവാളിച്ച് കിടക്കുകയാണ് ലൂസി. ചുണ്ടുകൾ പോലും വെളുത്തു കഴിഞ്ഞിരുന്നു. വളരെയധികം കാലം സുഖക്കേട് പിടിച്ച് കിടന്ന് മരിച്ച ഒരാളുടേതുപോലെ. തൊണ്ണുകൾ മേലോട്ട് ഉറഞ്ഞു കയറിയതുപോലെ തോന്നി. കോപാലകൂലനായ വാൻ ഹെൽസിംഗ് നിലത്തമർത്തി ചവിട്ടാൻ കാലുയർത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദീർഘകാല പരിചയവും ആത്മനിയന്ത്രണ ശക്തിയും വിലക്കി. അദ്ദേഹം കാൽ മെല്ലെ നിലത്തു വെച്ചു. വേഗം, അദ്ദേഹം പറഞ്ഞു, ബ്രാൻഡി കൊണ്ടുവരൂ. ഞാൻ ഭക്ഷണമുറിയിലേക്ക് ഓടിച്ചെന്ന് ബ്രാൻഡിയുമായി തിരിച്ചെത്തി. ആ വെളുത്ത ചുണ്ടുകൾ അദ്ദേഹം ബ്രാൻഡി കൊണ്ട് നനച്ചു. അവളുടെ കാലടികളും കൈകളും ഹൃദയവും തടവി ചൂടുപിടിപ്പിച്ചു. അവളുടെ ഹൃദയഭാഗത്ത് കൈവച്ചു നോക്കി. കണ്ണുനീരുറന്ന നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. വൈകിപ്പോയി. ഇത് മിടിക്കുന്നുണ്ടെങ്കിലും വളരെ ബലഹീനമായിട്ടാണ്. നാം ചെയ്ത പണിയൊക്കെ വൃഥാവിലായി. ഇനി ആദ്യം മുതൽക്ക് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ആർതർ സ്ഥലത്തില്ല. ജോൺ, ഇക്കുറി താങ്കൾ തന്നെ വേണം. ഇതിനകം തന്നെ അദ്ദേഹം തൻ്റെ ബാഗിൽ കൈയിട്ട് രക്തസംക്രമണത്തിനുള്ള ഉപകരണങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ കോട്ട് ഊരിയിട്ടു. ഷർട്ടിൻ്റെ കൈ ചുരുട്ടി കയറ്റി വെച്ചു. ഇപ്പോൾ മയക്കുമരുന്നുകൾ കൊടുക്കാൻ നിവർത്തിയില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഒരു നിമിഷം കളയാതെ ഞങ്ങൾ രക്തസംക്രമണം ആരംഭിച്ചു. തെല്ല് നേരത്തിന് ശേഷം, കുറച്ചു നേരമല്ല, വളരെയധികം നേരം തന്നെയായെന്ന് തോന്നി. കാരണം എൻ്റെ സമ്മതത്തോടെയാണെങ്കിലും ഒരുത്തൻ്റെ രക്തധമനികൾ കുത്തി രക്തമൂറ്റിയെടുക്കുന്നത് തികച്ചും ഭയാനകമായ കാര്യം തന്നെയാണ്. വാൻ ഹെൽസിംഗ് വിരലുയർത്തിക്കൊണ്ട് പറഞ്ഞു, അനങ്ങരുത്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നു. ശക്തി വീണ്ടും കിട്ടുമ്പോൾ അവൾ ഉണർന്നേക്കും. അത് ആപൽക്കരമാണ്, ഏറ്റവും വലിയ ആപത്ത്. ഞാൻ കരുതിയിരിക്കട്ടെ. മോർഫിയ കൊണ്ട് ഒരു ഹൈപ്പോഡെർമിക് ഇഞ്ചക്ഷൻ കൊടുക്കാം. താമസിയാതെ അദ്ദേഹം അത് നിറവേറ്റാനായി പോയി. ഫലം നിരാശാജനകമായിരുന്നില്ല. ലൂസിയുടെ ബോധക്ഷയം മെല്ലെ മെല്ലെ മരുന്ന് കഴിച്ചിട്ടുള്ള ഉറക്കമായി മാറി.
അവളുടെ ചുണ്ടുകളിലും കവിളിലും അരുണിമയുടെ ഒരു നേരിയ അല പരന്നു. ഒരുതരം വ്യക്തിപരമായ അഭിമാനത്തോടെയാണ് ഞാനത് നോക്കി നിന്നത്. താൻ പ്രേമിച്ച ഒരു പെൺകിടാവിൻ്റെ സിരയിലേക്ക് എൻ്റെ ജീവരക്തം ഒഴുക്കിക്കൊണ്ടിരിക്കുക എന്നതിലെ അഭിമാനം എന്താണെന്ന് അത് നേരിട്ട് അനുഭവിക്കുന്നതുവരെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. പ്രൊഫസർ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. "അതു മതി," അദ്ദേഹം പറഞ്ഞു. "ഇതിനകം തന്നെയോ?" ഞാൻ തിരിച്ചു ചോദിച്ചു. "നിങ്ങൾ ആർതറിൽ നിന്നും ഇതിനേക്കാളും വളരെ കൂടുതൽ എടുത്തതായി തോന്നുന്നു," ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് അദ്ദേഹം പ്രതിവചിച്ചു. "അദ്ദേഹം അവളുടെ കാമുകനാണ്, ഭാവി വരനാണ്. നിങ്ങൾക്ക് ജോലിയുണ്ട്. അവൾക്കും മറ്റുള്ളവർക്കുമായി ചെയ്തു തീർക്കേണ്ടതായ വളരെ ജോലി. ഇപ്പോൾ തൽക്കാലം ഇത്ര മതി." രക്തസംക്രമണം നിർത്തിയപ്പോൾ അദ്ദേഹം ലൂസിയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ മുറിവ് സ്വയം അമർത്തിപ്പിടിച്ചു. എനിക്ക് അസുഖം തോന്നി, ബോധമറ്റു പോകുന്നതുപോലെ. ഞാൻ കിടന്നു. പ്രൊഫസർ ലൂസിയെ ശുശ്രൂഷിച്ചു കഴിഞ്ഞ് എൻ്റെ അരികിലേക്ക് വരുന്നത് വരെ കാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം എൻ്റെ മുറി കെട്ടി ഒരു ഗ്ലാസ് വൈൻ എടുത്ത് കുടിക്കാൻ പറഞ്ഞ് എന്നെ താഴേക്ക് അയച്ചു. ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയായിരുന്നു. അദ്ദേഹം എൻ്റെ പുറകെ വന്ന് മന്ത്രിച്ചു. "നോക്കൂ, ഇതിനെപ്പറ്റി ഒരക്ഷരം പറഞ്ഞു പോകരുത്. മുന്നത്തെ പോലെ നമ്മളുടെ യുവകാമുകൻ അപ്രതീക്ഷിതമായി കടന്നുവരികയാണെങ്കിൽ അദ്ദേഹത്തിനോടും ഒരു വാക്കുപോലും പറയരുത്. അത് പെട്ടെന്ന് അദ്ദേഹത്തെ ഞെട്ടിച്ചു കളയും, അസൂയാലു ആക്കി തീർക്കും. ആരോടും പറയരുത്." ഞാൻ തിരികെ വന്നപ്പോൾ എന്നെ സശ്രദ്ധം നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. "നിങ്ങൾക്ക് സുഖമില്ല. നിങ്ങളുടെ മുറിയിലേക്ക് പോയി ആ സോഫയിൽ കിടന്ന് അല്പം വിശ്രമിക്കുക. പിന്നെ നല്ല പോലെ പ്രാതൽ കഴിച്ച് വീണ്ടും വരൂ." ഞാൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിച്ചു. ഞാൻ എൻ്റെ കടമ നിറവേറ്റി. ഇനി വേണ്ടത് എൻ്റെ ആരോഗ്യം നോക്കുകയാണ്. ഞാൻ വല്ലാതെ തളർന്നിരിക്കുന്നു. അതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിച്ചതുമില്ല. ഞാൻ സോഫയിൽ കിടന്നുറങ്ങിപ്പോയി. അപ്പോഴും ഒരു ചിന്ത എൻ്റെ മസ്തിഷ്കത്തിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. എങ്ങനെയാണ് പുറത്തേക്ക് യാതൊരു അടയാളവുമില്ലാതെ ലൂസിയുടെ ദേഹത്തിൽ നിന്നും ഇത്രയധികം രക്തം വാർന്നുപോയത്? ഉറക്കത്തിലും ഞാൻ ഇത് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഒപ്പം അവളുടെ തൊണ്ടയിലുള്ള ആ ചെറിയ മുറിവുകളും. അവയുടെ അറ്റം വെളുത്ത് തടിച്ചിരിക്കുന്നു. ചെറുതാണെങ്കിലും അവ മാരകങ്ങൾ തന്നെ. ലൂസി പകൽ നന്നായി കിടന്നുറങ്ങി. ഉണർന്നപ്പോൾ അവൾക്ക് ആരോഗ്യവും ഉന്മേഷവും വീണ്ടു കിട്ടുകയും ചെയ്തിരുന്നു. എങ്കിലും തലേ ദിവസത്തെ അത്ര തന്നെ ചൈതന്യവതിയായിട്ടില്ല. വാൻ ഹെൽസിംഗ് അവളെ നോക്കിയ ശേഷം ഒന്ന് നടക്കാനിറങ്ങി. ലൂസിയെ എൻ്റെ ചാർജിലേൽപ്പിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് പോലും ഞാൻ അവിടെ നിന്ന് അനങ്ങിപ്പോകരുതെന്ന് കർശനമായ താക്കീതും തന്നു. താഴെ ഹാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടു. അദ്ദേഹം അടുത്ത കമ്പിയാഫീസിലേക്കുള്ള വഴി ചോദിക്കുകയായിരുന്നു. ലൂസി വളരെ സ്വതന്ത്രയായി സംസാരിച്ചു കൊണ്ടിരുന്നു. അവിടെ സംഭവിച്ചതൊന്നും അവൾക്ക് തീരെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നി. ഞാൻ തമാശകൾ പറഞ്ഞ് അവളെ രസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അമ്മ അവളെ കാണാൻ വന്നു. അവർ യാതൊരു മാറ്റവും ശ്രദ്ധിച്ചതായി തോന്നിയില്ല. നന്ദിപൂർവ്വം അവർ പറഞ്ഞു. "ഡോക്ടർ സെവാർഡ്, നിങ്ങൾ ചെയ്തിട്ടുള്ളതിനെല്ലാം ഞങ്ങൾ അതീവ കൃതജ്ഞരാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിയായി ജോലി ചെയ്യരുത്. കാഴ്ചയിൽ നിങ്ങൾ വളരെ വിളറിയതായി തോന്നുന്നു. നിങ്ങളെ നോക്കി രക്ഷിക്കാനും പരിചരിക്കാനും ഇപ്പോൾ വേണ്ടത് ഒരു ഭാര്യയാണ്. നിങ്ങളത് ശ്രദ്ധിക്കൂ." അവരത് പറഞ്ഞപ്പോൾ ലൂസി തുടുത്തുപോയി. പക്ഷേ അത് നൈമിഷികം മാത്രമായിരുന്നു. കാരണം അവളുടെ നാഡികൾ അത്രയും ദുർബലങ്ങളായി കഴിഞ്ഞിരുന്നു. അവൾ എൻ്റെ നേരെ നോക്കി. ഞാൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. ചുണ്ടിൽ വിരൽ വച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ തലയണയിലേക്ക് ചാഞ്ഞു. ചില മണിക്കൂറുകൾക്കുള്ളിൽ വാൻ ഹെൽസിംഗ് മടങ്ങി വന്ന് ഉത്സാഹത്തോടെ പറഞ്ഞു. "ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. നല്ലവണ്ണം തിന്നുകയും കുടിക്കുകയും ചെയ്യൂ. സ്വയം കരുത്തനാവൂ. ഞാനിന്നിവിടെ താമസിച്ച് ലൂസിയുടെ അരികിൽ കാവലിരിക്കാം. നമ്മൾ രണ്ടുപേർക്കും കൂടി ഈ കേസ് നോക്കാം. മറ്റാരെയും അറിയിക്കരുത്. അതിന് കാരണങ്ങളുണ്ട്. അരുത്. അതെന്താണെന്ന് ചോദിക്കരുത്. എന്തു വേണമെങ്കിലും വിചാരിച്ചോളൂ. ഏറ്റവും അസംഭവ്യമായതുപോലും ചിന്തിക്കാൻ മടിക്കേണ്ട. ശരി, പൊയ്ക്കോളൂ." ഹാളിൽ എൻ്റെ അരികിലേക്ക് 2 പരിചാരികമാർ വന്നു. തങ്ങളിൽ ആരെങ്കിലും ഒരാളോ രണ്ടുപേരും കൂടിയോ ലൂസിയുടെ അരികെ കാവലിരിക്കട്ടെ എന്ന് ചോദിക്കുകയാണവർ. സമ്മതിച്ചില്ല. അവർ താണുകേണ് അപേക്ഷിച്ചു. ഞാനോ പ്രൊഫസർ വാൻ ഹെൽസിങ്ങോ അല്ലാതെ മറ്റാരും കാവലിരിക്കരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരെന്നോട് ദീനസ്വരത്തിൽ അപേക്ഷിച്ചു. ആ വിദേശിയുടെ വാക്കുകളെ വിലക്കെടുക്കരുതേ എന്ന്. അവരുടെ ദീനത കണ്ട് എൻ്റെ ഉള്ളലിഞ്ഞുപോയി. ഞാൻ വൈകുന്നേരത്തെ ഭക്ഷണ സമയത്തിന് കൃത്യമായി
ഇവിടെ എത്തി. ഭക്ഷണാനന്തരം പതിവ് പോലെ എൻ്റെ ഹോസ്പിറ്റലിൽ എല്ലായിടത്തും ചുറ്റി നടന്നു നോക്കി. എല്ലാം ഭദ്രം. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇത്രയും എഴുതിയത്. ഉറക്കം വരുന്നു. സെപ്റ്റംബർ 11. വൈകുന്നേരം ഞാൻ ഹില്ലിംഗ്ഹാമിലേക്ക് പോയി. വാൻ ഹെൽസിംഗ് വളരെ ഉത്സാഹഭരിതനായിരുന്നു. ലൂസിക്കും വളരെ ഭേദമുണ്ട്. ഞാൻ വന്ന് അധികം കഴിയുന്നതിന് മുമ്പ് പ്രൊഫസർക്ക് വിദേശത്ത് നിന്ന് ഒരു പാഴ്സൽ വന്നു. വലിയ സംതൃപ്തിയോടെയാണ് അദ്ദേഹം അത് തുറന്നത്. ഒരു കുല വെള്ളുള്ളിപ്പൂക്കൾ. ലൂസി, ഇത് നിനക്കുള്ളതാണ്, അദ്ദേഹം പറഞ്ഞു. എനിക്കോ? ഓ ഡോക്ടർ വാൻ ഹെൽസിംഗ്. അതെ, പക്ഷേ ഇത് കളിക്കാനുള്ളതല്ല, മരുന്നാണ്. ലൂസി മുഖം കൂട്ടി. അല്ല, ഇത് കലക്കി കുടിക്കാനുള്ളതൊന്നുമല്ല. മൂക്ക് കോട്ടുകയൊന്നും വേണ്ട. ഇത് മരുന്നാണ്. പക്ഷേ എങ്ങനെയെന്ന് നിനക്കറിഞ്ഞുകൂടാ. ഇത് കുറെ ഞാൻ ജനൽപ്പടിമേലിടും. ബാക്കി കൊണ്ട് ഒരു മാലയുണ്ടാക്കി നിന്റെ കഴുത്തിലിടുവിക്കും. എന്നാൽ നന്നായി ഉറങ്ങാൻ കഴിയും. ഓ യെസ്, മനസ്സിലെ വേവലാതികളെ വിസ്മരിപ്പിക്കുവാൻ ഇവയ്ക്ക് പ്രത്യേകം കഴിവുണ്ട്. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ലൂസി പൂക്കൾ പരിശോധിക്കുകയും വാസനിച്ചു നോക്കുകയുമായിരുന്നു. ഒരർദ്ധ മന്ദഹാസത്തോടെ അവൾ അത് താഴത്തേക്ക് എറിഞ്ഞു. തെല്ല് മടുപ്പോടെ അവൾ പറഞ്ഞു, ഓ പ്രൊഫസർ, നിങ്ങൾ എന്നെ തമാശയാക്കുകയാണ്. ഇത് വെറും സാധാരണ വെള്ളുള്ളി പൂക്കളല്ലേ? വാൻ ഹെൽസിംഗ് എഴുന്നേറ്റ് നിന്ന് തികഞ്ഞ ഗൗരവത്തിൽ പറഞ്ഞു, എന്നോട് കളിക്കരുത്. ഞാൻ ഒരിക്കലും തമാശ പറയാറില്ല. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ ഉദ്ദേശവും ഉണ്ടാകും. ഞാൻ മുന്നറിയിപ്പ് തരുന്നു. എന്നെ കളിപ്പിക്കരുത്. സൂക്ഷിച്ച് പെരുമാറണം. നിനക്ക് വേണ്ടിയല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും. ലൂസി വല്ലാതായി. അത് കണ്ടപ്പോൾ പ്രൊഫസർ സൗമ്യനായി തുടർന്നു, ഓ പ്രിയപ്പെട്ട കുഞ്ഞെ, എന്നെ ഭയപ്പെടാതിരിക്കൂ. ഞാൻ നിന്റെ ഗുണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ സാധാരണ പുഷ്പങ്ങൾ കൊണ്ട് നിനക്ക് വളരെയധികം പ്രയോജനമുണ്ട്. നോക്കൂ, ഞാൻ തന്നെ അവ നിന്റെ മുറിയിൽ വയ്ക്കുന്നു. കഴുത്തിൽ അണിയാനുള്ള മാല ഞാൻ തന്നെ ഒരുക്കുന്നു. പക്ഷേ മറ്റാരോടും ഇതിനെപ്പറ്റി പറയരുത്. അത് ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. നാം അനുസരിക്കണം. മൗനം അനുസരണയുടെ ഒരു ഭാഗമാണ്. ഈ അനുസരണം നിന്നെ ആരോഗ്യവതിയാക്കാനും നിന്നെ സുഖപ്പെടുത്താനും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന കൈകളിലേക്ക് നിന്നെ എത്തിക്കാനും സഹായിക്കും. ഇപ്പോൾ ഒരു നിമിഷം ഇളകാതിരിക്കൂ. ജോൺ, താങ്കളും വരൂ. നമുക്ക് ഈ വെള്ളുള്ളി പൂക്കൾ കൊണ്ട് മുറി അലങ്കരിക്കാം. ഇവ അങ്ങകലെ ഹാർലമിൽ നിന്ന് വരുന്നവയാണ്. അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഇവ ഏത് കാലത്തും നട്ടുവളർത്തുന്നു. ഞാൻ ഇന്നലെ കമ്പിയടിക്കുകയാണുണ്ടായത്. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ എത്തുകയില്ലായിരുന്നു. പൂക്കളുമെടുത്ത് ഞങ്ങൾ നടന്നു. പ്രൊഫസറുടെ പ്രവൃത്തികൾ വളരെ വിചിത്രങ്ങളായിരുന്നു. അദ്ദേഹം ജനലുകളെല്ലാം ഭദ്രമായി അടച്ചു കൊളുത്തിട്ടു. പിന്നീട് ഒരു കുടന്ന വെള്ളുള്ളിപ്പൂക്കളെടുത്ത് ജനലിൻ്റെ എല്ലാ ഭാഗത്തും ഉരസി. അകത്ത് കടക്കുന്ന ഓരോ ഇറ്റ് കാറ്റുപോലും വെള്ളുള്ളിപ്പൂക്കളുടെ വാസന കലർന്നവയായിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് തോന്നുന്നു. പിന്നീട് അവ കൊണ്ട് തന്നെ അദ്ദേഹം വാതിലിൻ്റെ എല്ലായിടത്തും ഉരസി. നെരിപ്പോടിൻ്റെ വശങ്ങളിലും അതുതന്നെ ചെയ്തു. ഇതെല്ലാം വളരെയധികം വിചിത്രതരമായാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചോദിച്ചു, പ്രൊഫസർ, താങ്കൾ എന്ത് ചെയ്യുമ്പോഴും അതിന് സുവ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ശരിക്കും എന്നെ വിസ്മയിപ്പിക്കുന്നു. ഇവിടെ സെപ്റ്റിക്കാവുന്ന യാതൊരു വസ്തുക്കളുമില്ല. അല്ലെങ്കിൽ താങ്കൾ ഏതെങ്കിലും പിശാചിനെ അകറ്റാൻ വേണ്ടി ചെയ്യുന്നതാണോ? ഒരുപക്ഷെ അങ്ങനെയാവാം, അദ്ദേഹം ശാന്തനായി മറുപടി പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ലൂസി കഴുത്തിൽ അണിയേണ്ട മാലയൊരുക്കുകയാണ്. ലൂസി കാലും മുഖവും കഴുകാൻ പോയി. ഞങ്ങൾ മുറിയിൽ കാത്തിരുന്നു. അവൾ തിരികെ വന്ന് കിടക്കയിൽ കിടന്നപ്പോൾ അദ്ദേഹം ആ മാല സ്വയം അവളുടെ കഴുത്തിൽ അണിയിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കേടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുറിയിൽ വിങ്ങൽ അനുഭവപ്പെട്ടാലും വാതിലും ജനലും തുറക്കരുത്. ഞാൻ വാക്കു തരുന്നു, ലൂസി തുടർന്നു. എനിക്ക് വേണ്ടി ഇത്രയധികം വിഷമിക്കുന്നതിന് 1000 നമസ്കാരം. ഓ, ഇത്രയും നല്ല സുഹൃത്തുക്കളെ ലഭിക്കാൻ തക്കവണ്ണം ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? എൻ്റെ വണ്ടി കാത്തു കിടന്നിരുന്നു. ഞങ്ങൾ അതിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. യാത്രക്കിടയിൽ പ്രൊഫസർ വാൻ ഹെൽസിംഗ് പറഞ്ഞു, ഇന്ന് രാത്രി എനിക്ക് സമാധാനമായി ഉറങ്ങാം. ഉറക്കം തന്നെയാണ് എനിക്ക് വേണ്ടതും. 2 രാത്രിയിലെ യാത്ര, പകലത്തെ വിരാമമില്ലാത്ത വായന, തുടർന്ന് കാര്യങ്ങളെപ്പറ്റി ഓർത്തിട്ടുള്ള മാനസികോദ്യോഗം, രാത്രിയിലെ ഒരുപോലെ കണ്ണടയ്ക്കാതെയുള്ള കാവലിരിപ്പ്. ഹോ, ഞാൻ തളർന്നിരിക്കുന്നു. നാളെ കാലത്ത് എന്നെ വന്നു വിളിക്കൂ. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രക്ഷാവലയം കൊണ്ട് അവൾ കൂടുതൽ ആരോഗ്യവതിയായിട്ടുണ്ടാകും. കഴിഞ്ഞ 2 രാത്രിയിലെ ഭീകരാനുഭവങ്ങൾ കൊണ്ട് എനിക്ക് സ്വയം വിശ്വാസം വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളതുപോലെ തോന്നി. ഞാനത് അദ്ദേഹത്തിനോട് പറയാൻ ഉഴറുകയായിരുന്നു. ഒരുപക്ഷെ അതെൻ്റെ ദൗർബല്യമായിരിക്കാം. ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അതിലും കൂടുതൽ കാര്യങ്ങൾ പറയാൻ വിങ്ങി നിൽപ്പുണ്ടായിരുന്നു.
ഉതിർന്നു വീഴാത്ത മെഴുനീർ കണം പോലെ. ലൂസിയുടെ ഡയറി, സെപ്റ്റംബർ 12. അവരൊക്കെ എത്ര നന്മ നിറഞ്ഞവരാണ്. എനിക്ക് വാൻ ഹെൽസിങ്ങിനോടുള്ള സ്നേഹബഹുമാനങ്ങൾ നിസ്സീമങ്ങളാണ്. എന്തിനാണ് അദ്ദേഹം ഈ പുഷ്പങ്ങളുടെ കാര്യത്തിൽ ഇത്രയധികം വേവലാതിപ്പെടുന്നതാവോ? ഹോ, അദ്ദേഹം എന്നെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. എങ്കിലും അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം. കാരണം എനിക്കിപ്പോൾ വളരെ സുഖം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടോ ഇന്ന് തനിച്ചാണെന്നോർത്തിട്ടും തീരെ ഭയം തോന്നുന്നില്ല. എനിക്കിന്ന് സുഖമായി ഉറങ്ങാം. ഇന്ന് ജനവാതിലിൽ എത്ര ചിറകടിയൊച്ച കേട്ടാലും ഞാൻ ശ്രദ്ധിക്കുകയില്ല. ഈയിടെയായി ഉറക്കം വരാതിരിക്കാൻ എത്ര ഭയങ്കരമായി പരിശ്രമിച്ചു നോക്കി. ഉറക്കമിളപ്പിൻ്റെ വേദന, അല്ലെങ്കിൽ ഉറക്കം വരുന്നതിലുള്ള ഭീതി, എന്തോ എല്ലാം അജ്ഞാതമായ ഒരു ഭീകരതയായി തോന്നുന്നു. ജീവിതത്തിൽ യാതൊരു ഭയാശങ്കകളും ഇല്ലാത്ത ആൾക്കാർ എത്ര ഭാഗ്യവന്മാരാണ്. അവർക്ക് എല്ലാ രാത്രിയിലും യാതൊരു പേടിയും കൂടാതെ സുഖസുന്ദര സ്വപ്നങ്ങൾ കണ്ട് സുഖമായി ഉറങ്ങാം. ഇതാ ഈ രാത്രി ഉറക്കവും പ്രതീക്ഷിച്ച് കിടക്കുകയാണ് ഞാൻ. പണ്ടൊരിക്കലും ഞാൻ വെള്ളുള്ളി പുഷ്പങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി ഇവ എത്ര പ്രിയങ്കരങ്ങളായിരിക്കുന്നു. ഇതിൻ്റെ വാസനയിൽ സമാധാനമുണ്ട്. എനിക്ക് ഉറക്കം വരുന്നു.